അല്ല, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ നടന്നു, MLA-മാരുടെ നേതൃത്വത്തിൽ നടന്നു. ഒരു ബുദ്ധിജീവിയായ ഒരു വനിതാ യുവജന നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം കേട്ട. ഇതാണ് കേരളത്തിലെ SFIയും DYFIയും. ഇതാണോ? എന്നിട്ട് ഇവർ സംസ്കാര സമ്പന്നരാണ്, പുരോഗമന ആശയക്കാരാണെന്ന് പറയുന്നു. അവർ വിളിച്ച മുദ്രാവാക്യം കേരളം അത് മറക്കില്ല. കേരളം അത് മറക്കില്ല. ഇവരുടെ യഥാർത്ഥ സംസ്കാരമാണ് പുറത്തു വന്നത്. യഥാർത്ഥ സംസ്കാരം. അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് നേതാക്കന്മാർ ഇറങ്ങിയിട്ട്. അല്ലെ, ഞാൻ പറഞ്ഞത് ME ഗോവിന്ദൻ പറഞ്ഞത് KSUക്കാർ പോയി മന്ത്രിയുടെ പെടലിയും കയ്യും പിടിച്ച് തിരിച്ചെന്നാണ്. ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തെ പോലെ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹത്തിനെതിരായിട്ട് കലാപത്തിന് കേസെടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. എന്താ കരിങ്കൊടി പ്രകടനം നടത്താൻ പാടില്ലേ? ഒന്നുകൂടി പറഞ്ഞേ. ആണോ? അങ്ങനെയാണ് ചെയ്ത്. അവർ കരിങ്കൊടി പ്രകടനം നടത്തി. അങ്ങനെയാണ് എല്ലാവരും നടത്തുന്നത്. എല്ലാവരും അങ്ങനെയാണ് നടത്തുന്നത്. കരിങ്കൊടി പ്രകടനം നടത്തുന്നത് പോലെ നടത്തിയിട്ടില്ല. ഒരു വ്യത്യാസമില്ല. ഒരു കുഴപ്പമില്ല. ആർക്കെതിരെയും പ്രതിഷേധ പ്രകടനം നടത്താം. അല്ല, നിങ്ങളെ ഈ കൈരളിക്കാരുടെ പ്രത്യേക അഡ്വൈസ് വേണ്ട. എങ്ങനെയാണ് സമരം നടത്തേണ്ടതെന്ന്, കരിങ്കൊടി പ്രകടനം എങ്ങനെ നടത്തണമെന്ന് പിള്ളേർക്കറിയാം. അവർ നടത്തും. അല്ല, നിങ്ങളുടെ അഡ്വൈസ് വേണ്ടെന്ന്. നിങ്ങൾ കൈരളിക്കാരുടെ നിർദ്ദേശം വേണ്ട. ഉമ്മൻചാണ്ടിയുടെ നേർക്ക് കല്ലെറിഞ്ഞതാ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ തല പൊട്ടിയതാ. നിങ്ങൾ CPM-കാർ പഠിപ്പിക്കുകയാണ് ഞങ്ങളെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന്. ആണോ? മന്ത്രിമാരുടെ മുന്നിലേക്ക്, കാറിൻ്റെ മുമ്പിലേക്ക് ചാടി വീണത് ആരാ? കാറിൻ്റെ മുന്നിലേക്ക് ചാടി വീണ് കരിങ്കൊടി പ്രകടനം നടത്തിയത് P. രാജീവിൻ്റെ ഒരു പഴയ പടമുണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ. P. രാജീവിൻ്റെ പഴയ പടമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓരോ സമര രീതിയല്ല, എന്താ തെറ്റ്? അല്ല, ഉറപ്പായിട്ടും ഈ പുതിയുഗ യാത്രയാണ് അതിനെയാണ് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് മുഴുവൻ. അത് തകർക്കാൻ വേണ്ടിയിട്ട് നന്നായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രതിഷേധം കൂടുന്നതോറും ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 50 ബോർഡും 100 ബോർഡും തകർക്കുമ്പോൾ ആ വാശിയിലാണ് UDF പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം തകർത്ത് UDF പ്രവർത്തകരുടെ വാശി കൂട്ടി തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം. അല്ല, ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായില്ല. കാരണം ഈ കത്രികയുടെ പേടിയുള്ളതുകൊണ്ട്